നല്ല ഉണക്കമുളക് റെഡിയാക്കി ചമ്മന്തി ആയിട്ടുള്ളത് അടിപൊളി ചമ്മന്തി ചേമ്പൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലോട്ട് കയറുവാണ്. വേണ്ട ചെടിയൊക്കെ കാണിച്ചു തരാം. ചെടി ഉണങ്ങുമെന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. വേണ്ട. ഹൈ ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ പോവാൻ നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. പോവാനാകുമ്പോൾ ഭയങ്കര ഒരു മിസ്സിങ് അല്ലേ. ഞാനൊന്നും വീഡിയോ ഒന്നും എടുത്ത് വെച്ചില്ല കേട്ടോ. ഓൾറെഡി ഞാൻ 4 സൂട്ട്കേസ് പാക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് പിന്നെയും വീഡിയോ എടുക്കാൻ എന്തോ ഒരു മൈൻഡ് ഓക്കെ അല്ല. എപ്പോഴും പോകുമ്പോൾ അങ്ങനെയാണ്. അപ്പം പാക്കിങ് ഓടിക്കാൻ കാണിച്ചു തരാം കേട്ടോ. 4 പെട്ടി ഞാൻ പാക്ക് ചെയ്ത് വെച്ച്. ഇതെല്ലാം വേണ്ട കുളമായി കിടക്കുക. വേണ്ട ഇതെല്ലാം പാക്കിംഗ് ആണ്. അമാനു ഹെൽപ്പിംഗ് ആണ്. വേണ്ട ഷെഫി നമ്മൾ ലീവ് കഴിഞ്ഞ് അങ്ങനെ പോവുക അല്ലേ ഷെഫി? എല്ലാം കഴിഞ്ഞ് അമാനു നമ്മുടെ ബീഫ് റെഡി. ഒതുങ്ങി ഇതിനകത്ത് വെക്കണം. ഇതിനകത്തേക്കുള്ള കപ്പ സാധനങ്ങളും കപ്പ എല്ലാം ഇവിടെ കിടക്കുക. ഉമ്മ ആണെങ്കിൽ ഉമ്മ അപ്പുറത്തോട്ട് പോയാൽ 2-3 വാഴയിലും കൂടെ വേണം. അപ്പോൾ പിച്ചാൻ വേണ്ടി അപ്പുറത്തോട്ട് പോയി. അപ്പം ഞങ്ങൾ തന്നെ പാക്ക് ചെയ്തിറങ്ങി. ബഹ്റൈനിൽ നിന്ന് നാട്ടിലോട്ട് പോകാനാണെങ്കിലുണ്ടല്ലോ നേരത്തെ പാക്ക് ചെയ്ത് നേരത്തെ എല്ലാം വാങ്ങുന്ന സ്വഭാവമാണ് കേട്ടോ. നാട്ടിൽ നിന്ന് തിരിച്ച് വരുമ്പോഴാണെങ്കിൽ ഒന്നും ഞാൻ നേരത്തെ പാക്ക് ചെയ്യത്തില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം, നാട്ടിൽ വന്നാൽ ഒരു ദിവസം പോലും വീട്ടിലില്ല കേട്ടോ. ഫുള്ള് കറക്കമാണ്. ഇത്തവണയാണ് കാശ്മീർ, ഡൽഹിയും പിന്നെ കാലിക്കട്ടൊരു കല്യാണത്തിന് പോയി. കല്യാണത്തിനൊന്നും വീഡിയോ ഞാൻ ഇതുവരെ എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം വെച്ചിരിക്കുകയാണ്. ഒരുപാട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തലേദിവസമാണ് കാക്കനാട് എനിക്കൊരു ഹോസ്പിറ്റലിൽ പരസ്യത്തിന് പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിൻ്റെ പരസ്യത്തിന് പോയിട്ട് പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ വന്നപ്പം ഇതുപോലൊരു ബ്യൂട്ടി പാർലറിൻ്റെ അവിടുത്തും പരസ്യത്തിന് പോകണം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുന്നത് വൈകിട്ട് 5:30 മണിക്കാണ് കേട്ടോ. സാധനങ്ങളെല്ലാം വാങ്ങി 12 മണിയാകുമ്പോൾ വണ്ടിയും വരും. ആ ടൈം കൊണ്ട് എത്ര ടൈം കൊണ്ടാണ് ഞാൻ അത്രയും കറക്റ്റ് ചെയ്ത് വെച്ചിട്ട്. തുണികളാണ് ഇങ്ങോട്ട് വരുമ്പോൾ കൂടുതലും ഉള്ളത്. ഒരുപാട് തുണികളുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് 1-2 ഡ്രസ്സ് ഉണ്ടായിരുന്നു. അതെൻ്റെ ഫ്രണ്ട് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാം പാക്ക് ചെയ്യുന്ന ഇടയ്ക്ക് അബ്ദുള്ളയ്ക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പിന്നെ ചോറ് വാരി കൊടുക്കുവാണ് കേട്ടോ. ആ ടൈം കൊണ്ട് ഷെഫി ബാക്കി സാധനങ്ങളെല്ലാം കറക്റ്റ് ചെയ്തപ്പോഴത്തേനും വെയിറ്റ് നല്ല കൂടുതലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റേണ്ടി വന്നു. എപ്പോഴും അങ്ങനെയാണ്. ആദ്യം വിചാരിക്കും ഒന്നും കാണത്തില്ലെന്ന്. പക്ഷേ സമയമാകുമ്പോഴത്തേനും നല്ല കൂടുതലായിരുന്നു. അതിനിടയ്ക്ക് വെച്ച് ഞാൻ സാധനം വാങ്ങാൻ പോയ ആ ടൈമിലാണ് ഷെഫിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീട്ടിലില്ലായിരുന്നു. പിന്നെ നൈറ്റാണ് അനിയൻ വന്നത്. അനിയനും അനിയത്തും എല്ലാം കൂടി വന്നിരുന്നു. അവർ പിന്നെ ഞങ്ങളെ യാത്രയാക്കിയിട്ടാണ് പോയത് കേട്ടോ. അപ്പം ഇറങ്ങുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേനും ഭയങ്കര ടെൻഷനാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല. യാത്ര വയ്ക്കുമ്പം എപ്പോഴും വിചാരിക്കും കരയരുതെന്ന് വിചാരിക്കും. പക്ഷേ ഓട്ടോമാറ്റിക്കലി എൻ്റെ കയ്യിൽ നിന്ന് ലാസ്റ്റ് നിമിഷത്തിൽ പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും ഫാമിലി കൂടെ ഉണ്ടല്ലോ പിന്നെന്തിനാ കാര്യം. എന്നാലും വാപ്പ ഉമ്മയ്ക്കായിട്ട് പിരിഞ്ഞ് പോകുമ്പോൾ ഒരു വിഷമമാണല്ലോ. വീട്ടിലാണെങ്കിൽ മെയിനായിട്ട് വീട്ടിലാകുമ്പോൾ റെസ്റ്റാണ്, ഫുള്ള് റെസ്റ്റാണ് കേട്ടോ. ഫുഡൊന്നും കുക്കൊന്നും ചെയ്യണ്ടല്ലോ. വിശക്കുന്നതെന്ന് പറയുമ്പോൾ രാവിലെ ഫുഡ് റെഡിയാണ്, ഉച്ചയ്ക്ക് ഫുഡ് റെഡിയാണ്, ഒന്നും അറിയണ്ടല്ലോ. ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഒന്നിലും ഒന്നും ചെയ്യണ്ടല്ലോ. എല്ലാം സമയമാകുമ്പോൾ കറക്റ്റ് കിട്ടുമല്ലോ. അപ്പം ഒരു ഭയങ്കര വിഷമമാണ് ഉമ്മയൊക്കെ പിരിഞ്ഞ് വരുമ്പം. അങ്ങനെ യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങുവാണ്. 12 മണിയായപ്പം വണ്ടി വന്നിരുന്നു കേട്ടോ. നമ്മൾ നേരെ നെടുമ്പാശ്ശേരിയല്ലല്ലോ, ട്രിവാൻഡ്രം എയർപോർട്ടിലായിരുന്നു. അപ്പം ലഗേജ് നമുക്ക് ഒരുപാട് കൂടുതലുള്ളതുകൊണ്ട് വാപ്പ വന്നില്ല. എല്ലാ തവണയും വാപ്പ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ലഗേജ് കൂടുതൽ ഉള്ളതുകൊണ്ട് വാപ്പയ്ക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ മാത്രമാണ് പോയത്. അങ്ങനെ ഉമ്മയും വാപ്പയും വീട്ടിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിലൊരു 2:30 മണിയായപ്പം എത്തിയപ്പം കൗണ്ടർ അപ്പോഴത്തേനും ഓപ്പൺ ആയില്ലായിരുന്നു കേട്ടോ. കൗണ്ടർ ഓപ്പൺ ആയപ്പോൾ ഒരു 3 മണിയൊക്കെ ആയി. അങ്ങനെ നല്ല ടെൻഷനുണ്ട്. സമയമാകുമ്പം നമ്മുടെ ലഗേജ് കറക്റ്റ് ചെയ്ത് വിട്ടിട്ടില്ലെങ്കിൽ പൊട്ടിക്കേണ്ടി എങ്ങാനും വന്നാലോ. അതുകൊണ്ട് നമ്മൾ ഡ്രൈവറിനോട് പറഞ്ഞിരുന്നു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഓക്കെ ആയിട്ട് പോകാവുള്ളൂ കേട്ടോ. അങ്ങനെ പുള്ളി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. ഒരു 3:30 മണിയായപ്പോഴത്തേനും എല്ലാം കറക്റ്റായി. അങ്ങനെ
ഇക്കായോട് പറഞ്ഞ് പോവാണെന്ന് കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ എമിഗ്രേഷൻ്റെ അടുത്തോട്ട് പോവാണ്. എൻ്റെ കയ്യിലിരുന്ന ബാഗിലാണെങ്കിൽ കുറച്ച് ഔലൂസ് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പം അവർക്ക് ഡൗട്ട് ഔലൂസ് പൊടി ഉണ്ട്. അപ്പോൾ പിന്നെ അത് നമ്മൾ കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ പിന്നെ ഓക്കെ ആയി. അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് മേളിലിരിക്കുമോ കഴിഞ്ഞല്ല. അങ്ങനെ ഞങ്ങൾ പ്ലെയിന് വെയിറ്റ് ചെയ്യണം കേട്ടോ. 6 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. രണ്ടാമത്തൊന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. വണ്ടി ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല. വണ്ടിക്ക് അന്ന് ചെറുതായിട്ടൊന്നും മയങ്ങി കേട്ടോ. വേദന എടുക്കുന്നു. അപ്പോൾ ഒന്നും ശരിയായില്ല. ഫുള്ള് ടെൻഷൻ അവരാണ്. അതേണ്ട നമുക്ക് അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും കണ്ട് നമ്മുടെ ചെടിയൊക്കെ എന്തായി കാണും. നമ്മുടെ എയർപോർട്ടിലാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറേണ്ട ടൈമായി കേട്ടോ. അങ്ങനെ അവർ മൂന്നും ഒരുമിച്ചിരുന്നു. ഞാനിപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത്. ഇപ്പുറത്തെ ലേഡി ആയതുകൊണ്ട് ഞാൻ അവർക്കൊപ്പമായിരുന്നു ഇരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അമ്മാനുവിന് കയറിയപ്പോൾ തന്നെ ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. അമ്മാനുവിന് പിന്നെ പ്ലെയിനിൽ നിന്ന് ഫുഡൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പിന്നെ വെജാണ് വാങ്ങിച്ചത്. ഉപ്പുമാവായിരുന്നു കേട്ടോ. ഷെവി ഉപ്പുമാവായിരുന്നു. പക്ഷേ എന്തോ കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഫുഡ് കഴിച്ചില്ല. കുറച്ച് കഴിച്ച് ഒരു ആപ്പിൾ ജ്യൂസും കുറച്ച് കുടിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഒന്നും മയങ്ങി കേട്ടോ. മയങ്ങിയിട്ട് കിടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. പിന്നെ അങ്ങനെ അബ്ദുള്ളയാണെങ്കിൽ നല്ല ഉറക്കമാണ് കേട്ടോ. അബ്ദുള്ളയും ഫുഡ് കഴിച്ചില്ല. ഷെവിയും ഞാനും മാത്രമേ കുറച്ച് കഴിച്ചോളൂ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 8:30 മണിയായപ്പം ബഹ്റൈൻ എയർപോർട്ടിലെത്തി. നമ്മുടെ ലഗേജിന് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ ലഗേജ് എല്ലാം വന്നും പുറത്ത് നമ്മുടെ ഡ്രൈവർ വരാമെന്ന് പറഞ്ഞപ്പോഴത്തേനും നമ്മൾ ലഗേജ് എല്ലാം എടുത്തിട്ട് പുറത്തോട്ട് പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നാട്ടിലെത്തിയോ, ബഹ്റൈനിലെത്തിയോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. ബഹ്റൈനിലെത്തിയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ പിന്നെ കുറച്ച് അതായത് വന്ന ഒരു മൈൻഡ് ഓക്കെ അല്ലല്ലോ. അപ്പം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇന്നാണൊന്ന് ഓക്കെ ആയത്. അങ്ങനെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തത്. പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഫുഡ് വാങ്ങിയിട്ടായിരുന്നു പോയത്. ചെടിയൊക്കെ കാണിച്ചു തരാം. ചെടി ഉണങ്ങുമെന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. വേണ്ട ഒന്നും ഉണങ്ങിയിട്ടില്ല. എല്ലാം നല്ല രീതിയിൽ ഇരിക്കുന്നു. നമുക്ക് ഭൂമിയാപ്പത് കയറാം. വേണ്ട എല്ലാ ചെടികളും ഭംഗിയായിട്ടിരിക്കുന്നു. നമ്മൾ കിളികളെ നോക്കട്ടെ. ഒരു കിളി മരിച്ചു പോയി കേട്ടോ. ബാക്കി ഇത്രയുണ്ട്. ഇനി കിച്ചന് അൽഹംദുലില്ലാ. ഞാനിതിനെല്ലാം സെറ്റ് ചെയ്തൊന്ന് വെക്കട്ടെ കേട്ടോ.